ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച ഇറാൻ അമേരിക്ക ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്തയാഴ്ച. ഇന്നലെ നടന്ന ചർച്ചകൾ ക്രിയാത്മകമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഒമാനിലാണ് ചർച്ചകൾ നടന്നത്. 2018 US ഇറാൻ ആണവ ധാരണയിൽ നിന്നും അമേരിക്ക പിന്മാറിയത്. ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ ചർച്ചകൾ നടന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും ചർച്ചകളിൽ പങ്കെടുത്തു. ചർച്ചകളിൽ പ്രതീക്ഷയുള്ളതായി ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ما رسیدن به یک توافق منصفانه و شرافتمندانه هست از موضع برابر و اگر طرف مقابل هم از همین موضوع وارد شده باشه انشالله شانسی برای یک تفاهم اولیه که منجر به یک مسیر مذاکراتی بشه وجود خواهد. വിവരങ്ങളുമായി ഐസൻ ജോസഫ് പറഞ്ഞിരുന്നു. ഐസൻ, വളരെ സുപ്രധാനമായൊരു ചർച്ചയുടെ ഒരു ഘട്ടം പൂർത്തിയാകുന്നു. അടുത്തത് അടുത്തയാഴ്ചയെന്ന് പ്രഖ്യാപിക്കുന്നു. അടുത്ത ഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സുപ്രധാനമായ ക്രിയാത്മകമായ ഒരു മുന്നോട്ട് പോക്ക് ആ ചർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, ഈ ചർച്ച മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ ആണവ നിരായുധീകരണം, ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്ന നീക്കം, അല്ലെങ്കിൽ ആണവ ആയുധങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്നും പിന്മാറുക എന്ന നിലപാടിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇതിനൊരു ചരിത്രമുണ്ട്. 2018 ഉൾപ്പെടെയുള്ള ചരിത്രങ്ങളെല്ലാം തന്നെ ഇതിന് പുറകെയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ അമേരിക്ക ഇപ്പോൾ എടുത്ത നിലപാടുകൾ, അതായത് സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും മാത്രമല്ല ചർച്ചകളിലൂടെ പരിഹരിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ആ രീതിയിൽ സാധ്യമാകട്ടെ എന്ന നിലപാട് ഇറാനോട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായൊരു ഘടകം. അതിൻ്റെ ഭാഗമായാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള ഇൻഡയറക്റ്റായ ചർച്ചകൾ നടക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, നേരിട്ടുള്ള ചർച്ചകൾ എന്ന് പറയുമ്പോൾ നയതന്ത്ര തലത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അതത് രാജ്യങ്ങളുടെ അധികാരപരിധിയിലൊക്കെ നടക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി അനുവർത്തിച്ചാൽ മാത്രമേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്താരാഷ്ട്ര കരാറുകൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അത്തരത്തിൽ യാഥാർത്ഥ്യമാകാത്ത രീതിയിൽ എന്നാൽ പക്ഷേ അതിന് മുന്നൊരുക്കങ്ങൾ നടക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ഇൻഡയറക്റ്റ് ചർച്ചകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ചർച്ചയാണ് ഇന്നലെ നടന്നത് എന്ന് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്റ്റീവ് വിറ്റ്കോഫ്, അതായത് അമേരിക്കയുടെ പശ്ചിമേഷ്യയ്ക്കായുള്ള പ്രത്യേക പ്രതിനിധിയും അതുപോലെ തന്നെ അബ്ബാസ് അറക്ചിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ചേർന്നാണ് ഈ ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകളിൽ ഒരു ഫ്രെയിം വർക്ക് രൂപീകരിക്കുക, 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഒരു ഫ്രെയിം വർക്ക് രൂപീകരിക്കുക എന്നതാണ്. ഏത് രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ധാരണയിലെത്തുന്നതിനെ പ്രാഥമികമായി മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു മുന്നൊരുക്ക ചർച്ചയാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായും അത് ഇറാൻ്റെ പരമാധികാരം ഉള്ള പദവിയിലിരിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് എല്ലാം തന്നെ ചേർന്നായിരിക്കും അന്തിമ തീരുമാനത്തിലെത്തുക. അതിന് മുന്നോടിയായുള്ള ചർച്ചകളുടെ ഭാഗമായി നമുക്കറിയാവുന്നതാണ്, വിദേശകാര്യമന്ത്രിമാരും അതായത് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ വിദേശ രാഷ്ട്രത്തിലെ പ്രതിനിധികൾ ഭാരതത്തിലെത്തുമ്പോൾ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ ആദ്യമുണ്ടാകും. ഇത് ഒരുക്കങ്ങളുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ് ഉഭയകക്ഷി ചർച്ചകളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിനുള്ള സാധ്യത തെളിയുന്നു, വളരെ കൃത്യമായി തെളിയുന്നു എന്നാണ് ഇന്നലത്തെ നിലപാടിൽ നിന്നും നമ്മൾ അല്പം മുമ്പ് കേട്ടതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട്. പ്രതീക്ഷയുള്ള ചർച്ചകളാണ് നടന്നത്. ഓപ്റ്റിമിസ്റ്റിക് എന്ന വാക്ക് കൃത്യമായും മാധ്യമങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള ചർച്ചകൾ കൃത്യമായി പുരോഗമിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാം ഘട്ടം അടുത്ത ആഴ്ച നടക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും ഇറാനെ ഈ ധാരണയ്ക്ക് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ ഇറാൻ ഇത് സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിൽ ഇറാൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് സൈനിക നടപടി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഏത് രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ ഒരു ആണവ ശക്തിയാണ്. മാത്രമല്ല ഒരു പ്രോക്സി വാറിന് പിന്തുണ നൽകുന്ന ഒരു സ്വഭാവം ഇറാൻ എന്ന രാജ്യത്തിനുണ്ട്. ആ ഇറാനാണ് ഈ പശ്ചിമേഷ്യയിലെ ഹമാസിനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും മറ്റു അത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ പിന്തുണ നൽകുന്ന ഒരു നീക്കങ്ങൾ നടത്തുന്നത്. അത്തരത്തിൽ പിന്തുണ നൽകുന്ന നീക്കങ്ങൾ നിയന്ത്രിക്കുക എന്ന കൃത്യമായൊരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഡീമിലിറ്ററൈസ് ചെയ്യുക എന്നത്, അതായത് ഇത്തരത്തിലുള്ള മിലീഷ്യകളെ ഇല്ലാതാക്കുക എന്ന ഒരു നയത്തിൻ്റെ, ലോക നയത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇറാൻ്റെ പ്രതിരോധശേഷി, ആണവ പ്രതിരോധശേഷി നിലനിൽക്കുമ്പോൾ ഇറാൻ അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങാതിരിക്കേണ്ട അനിവാര്യത കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. 20 വർഷത്തിലേറെയായി ഇത്തരത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട് പല രീതിയിലും. നിലവിലെ സാഹചര്യത്തിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച അല്ലെങ്കിൽ യുറേനിയം 60% പ്യുവറായ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാക്കുക. ആ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകളിലേക്ക് കടന്നതും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രാഥമിക രൂപം ആദ്യഘട്ടത്തിലുണ്ടായിരിക്കുന്നത്. രണ്ടാം ഘട്ടം അടുത്ത ആഴ്ച ഉണ്ടാകുമെന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ആണവ സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ അമേരിക്ക ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് അടുത്ത ആഴ്ച ഉണ്ടാകും. ആദ്യഘട്ട ചർച്ചകളൊക്കെ ക്രിയാത്മകമാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.